KSCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന ബോർഡിന്റെ തീരുമാനം നിയമന നിരോധനമല്ലെന്ന KSCBയുടെ വാദം കളവെന്ന് വിവരാവകാശ രേഖകൾ. ജീവനക്കാരുടെ എണ്ണം പുനർനിർണ്ണയിക്കുന്നതിന്റെ ഭാഗമായുള്ള താൽക്കാലിക ക്രമീകരണമാണിതെന്നാണ് KSCBയുടെ വിശദീകരണം. എന്നാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 240 ഒഴിവുകളും സബ് എഞ്ചിനീയർമാരുടെ 400 ഒഴിവുകളും PSC റിപ്പോർട്ട് ചെയ്യാത്തതിനെക്കുറിച്ച് KSCB മിണ്ടുന്നതേയില്ല. റിപ്പോർട്ട് ഫോളോ അപ്പ്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെയും സബ് എഞ്ചിനീയർമാരുടെയും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു KSCBയുടെ തീരുമാനം. വിവരാവകാശ രേഖകളും KSCB തീരുമാനത്തിൻ്റെ രേഖകളും തെളിവാക്കിയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തിയതിനെ നിയമന നിരോധനമെന്ന് ഞങ്ങൾ വാർത്ത നൽകിയതും. വാർത്ത തെറ്റാണെന്ന് KSCB വാർത്താക്കുറിപ്പിറക്കി. മന്ത്രി കൃഷ്ണൻകുട്ടിയും അത് ഏറ്റുപിടിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. എന്നാൽ വകുപ്പ് മന്ത്രിയുടെയും KSCBയുടെയും വാദം കളവാണെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണിത്. ഇത് കാണുക. KSCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് KSCB ചെയർമാൻ നിർദ്ദേശിച്ചു എന്നാണ് വിവരാവകാശ മറുപടി. ഈ മറുപടി ശരിയാണെന്ന് KSCBയിലെ നിലവിലുള്ള ഒഴിവുകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. KSCBയിൽ നിലവിൽ 240 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒഴിവുകളാണ് PSCയെ അറിയിക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അതായത് ഇനി അടുത്ത കാലത്തൊന്നും ഈ 240 ഒഴിവുകളിലേക്ക് നിയമനം നടക്കില്ലെന്നുറപ്പ്. ഒഴിവുകൾ പൂഴ്ത്തിവെച്ച കാര്യം PSC അറിഞ്ഞു. KSCBയോട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടു. പക്ഷേ ബോർഡ് അനങ്ങിയില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടേത് കൂടാതെ 400 സബ് എഞ്ചിനീയർമാരുടെ ഒഴിവുകളും KSCB PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണിപ്പോഴും. ഇതിനിടയിൽ 217 സബ് എഞ്ചിനീയർമാർക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയമനം കൊടുത്തു എന്നത് വസ്തുതയാണ്. പക്ഷേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തിവെച്ചാലത് നിയമന നിരോധനമല്ലാതെ പിന്നെന്താണ്? ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തിവെച്ചതിനെ നിയമന നിരോധനം എന്ന് വിളിച്ചപ്പോൾ മന്ത്രിക്കും KSCBക്കും പൊള്ളി. നിയമന നിരോധനത്തെ ശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളെ പെരുവഴിയിലാക്കുന്ന KSCBയുടെ നിയമന നിരോധനം കേരളത്തിൽ നടക്കുന്നത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. തത്സമയം TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ ആ റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നു. വിവരാവകാശ രേഖ പ്രകാരം നിയമന നിരോധനം, KSCBയുടെ ഭാഷയിൽ പറഞ്ഞാൽ പുനഃക്രമീകരണത്തിനുള്ള ഒരു ക്രമീകരണം എന്നുള്ളതാണ്. എന്താണ് വസ്തുത? അരുൺ, അത് തന്നെയാണ്. ഗുഡ് മോർണിംഗ് അരുൺ. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സാധാരണഗതിയിൽ ഒഴിവുകൾ ഉണ്ടാകുന്നു. ആ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ ഒഴിവുകൾ പൂഴ്ത്തിവെക്കുന്നു. ഇതിനെയാണ് മലയാള ഭാഷയിൽ നിയമന നിരോധനം എന്ന് പേരിട്ട് വിളിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ നിയമന നിരോധനത്തിന് എതിരായി ശക്തമായ സമരം നടത്തിയ കേരളത്തിലാണ് ഈ പറയുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തിവെക്കുന്നതിനെ നിയമന നിരോധനം എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തപ്പോൾ അത് ശരിയല്ലെന്ന് മന്ത്രിയും KSCBയും പറയുന്നത്. ഇതിൽ ആകെയുള്ള ഒരു വസ്തുത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 217 പേർക്ക് ഫെബ്രുവരിയിൽ നിയമനം നൽകി എന്നുള്ളതാണ്. അത് ശരിയുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമന നിരോധനമില്ല എന്ന് KSCB വാദിക്കുന്നത്. പക്ഷെ നിലവിൽ ഏതാണ്ട് 650-ലധികം വരുന്ന സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ. ഇങ്ങനെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന കാര്യം PSC മനസ്സിലാക്കി PSC KSCBക്ക് കത്തും കൊടുത്തു എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷേ അതിനും മറുപടി കൊടുക്കുന്നില്ല KSCB എന്നുള്ളതാണ്. അരുൺ, ഇത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം. നമുക്കറിയാവുന്നതുപോലെ പല നമ്മുടെ നാട്ടിലെ സെക്ഷൻ ഓഫീസുകളിലെയും പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കേണ്ടവരാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ. അതുപോലെ തന്നെ സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ നേതൃത്വം നൽകേണ്ടവരാണ് സബ് എഞ്ചിനീയർമാർ. ചുരുക്കത്തിൽ ഇവരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതോടുകൂടി ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം കൂടിയാണ് ഇല്ലാതാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പത്തനംതിട്ടയിൽ 4 ചെറുപ്പക്കാർ കയറി ചെന്ന് ഒരു ഓവർസിയറെ മർദ്ദിക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. പല സെക്ഷൻ ഓഫീസുകളിലും നാട്ടുകാർ നേരിട്ട് പ്രതിഷേധത്തിലാണ്. യഥാസമയം സാങ്കേതിക തകരാർ പരിഹരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ജനങ്ങൾക്ക് സേവനം കിട്ടേണ്ട ഇത്രയേറെ പണം ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും വാങ്ങുന്ന KSCB ഈ പറയുന്ന ജനങ്ങൾക്ക് കൊടുക്കേണ്ട സേവനം എന്ന നിലയിൽ അത് ഇല്ലാതാക്കാൻ നോക്കുന്നത്. ഇത് നിയമന നിരോധനം തന്നെയാണ്. നമ്മൾ നിയമന നിരോധനം എന്ന് വാർത്ത കൊടുത്തപ്പോൾ KSCBയും മന്ത്രിയും ഫേസ്ബുക്കിൽ പേജിൽ ഇടാൻ കാണിച്ച ആ ആവേശം ഈ നിയമനം
റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കണം എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ഓക്കെ, താങ്ക് യു ടി വി അഭ്യർത്ഥന. പ്രസാദ്. നിയമന നിരോധനം എവിടെയാണെങ്കിലും അവിടെ നിന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ എത്ര പേർ ക്രമീകരണം എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിയമന നിരോധനമാണെങ്കിൽ അത് നിയമന നിരോധനം തന്നെയാണ്.